പത്രോസിനോട് ചോദിച്ചു, നീ എന്ത് പറയുന്നു, ഞാൻ ആരെന്നാന്ന്? ആ പത്രോസ് പറഞ്ഞു, യേശു സാക്ഷി. മത്തായി 16:17, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. ഉടനെ കർത്താവ് പറയുന്നു, പത്രോസിനോട് പറയുന്നു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളാലല്ല, എന്റെ പിതാവായ ദൈവമാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നത്. പത്രോസേ, നീ പാറയാകുന്നു, നിന്റെ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. യാതൊരു നരകപാഠങ്ങളും നിനക്കെതിരായി പ്രബലപ്പെടുകയില്ല. സ്വർഗത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. ഈ വിശ്വാസമാണ് പത്രോസിന്റെ വിശ്വാസം. ഈ വിശ്വാസമാണ് പാറയിൽ പണിത ഭവനം. മത്തായി 7:24-25 വാക്യത്തില് ഭൂമി കുഴിച്ച് പാറയിൽ അടിയുറച്ച് പണിത ഭവനം വെള്ളം വന്നാലും കാറ്റടിച്ചാലും വീണുപോയില്ല, അത് സുസ്ഥിരമായിരിക്കും. അതാണ് സങ്കീർത്തനം 119-89 പറയുന്നത്, ഭവനം സ്വർഗത്തിൽ സുസ്ഥിരമായിരിക്കുന്നു എന്ന്.